നാം ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നന്മ ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നൊരു തോന്നൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ വന്നു പോയേക്കാം അല്ലേ? കാരണം ഇവിടെ പ്രിവെയിൽ ചെയ്യുന്ന എന്താണ്? ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ പ്രിവെയിൽ ചെയ്യുകയാണ്. അൺറൈച്ചസ്നെസ്സിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒരാൾ കള്ളത്തരം പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ അതിനെ വൈറലാക്കുവാൻ വേണ്ടി, അല്ലെ അതിനെ എങ്ങനെയെങ്കിലും പെരുപ്പിച്ച് കാണിക്കുവാൻ തക്കവണ്ണം ഉള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ അങ്ങനെ ഇൻമൊറാലിറ്റി ആൻഡ് നെഗറ്റിവിറ്റിയെ ഒത്തിരി അധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സത്യത്തിന് യാതൊരു വിധമായ വിലയില്ല. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ഒന്നുകിൽ അടി കിട്ടും, അല്ലെങ്കിൽ അവനെ പുറത്താക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സമൂഹത്തിൽ, നമ്മളൊരു കമ്മ്യൂണിറ്റിയിലായിരിക്കുന്നുണ്ടേ നമുക്കറിയാം ഇത് തെറ്റാണ് സംഭവിക്കുന്നതെന്ന് അറിയാം. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ സത്യം സംസാരിക്കാൻ ശ്രമിക്കുന്ന ഉടനെ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലോ എന്നൊരു തോന്നൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? നമ്മൾ മിണ്ടാതിരിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പം നമ്മൾ പുറമെ ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാകും, ഞാൻ നന്നായിട്ട് ജീവിക്കുന്നതിനകത്ത് വല്ല കാര്യം ഉണ്ടോ? ഇസ് ദർ എനി വേർഡ്സ് ഫോർ മീ ബീങ് റൈച്ചസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്? ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ ചുറ്റും നടക്കുന്നത് ഒന്നും ഫേവറബിൾ കണ്ടീഷൻസ് അല്ല, അല്ലെങ്കിൽ ഞാൻ സത്യത്തിന് വേണ്ടി നിന്ന് കഴിയുമ്പോൾ എനിക്ക് കല്ലേറുകളാണ് കിട്ടുന്നത് എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞേ ദാവീദ് ചോദിക്കുന്നത് പോലൊരു ചോദ്യം ചോദിക്കും. നമ്മളും ചോദിച്ചു പോകും, കർത്താവെ നിഷ്കളങ്കനായിട്ട് നേരുള്ളവനായിട്ട് നടന്നു കഴിഞ്ഞാൽ വല്ല കാര്യവും ഉണ്ടോ? പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, കർത്താവെ ഞാൻ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇസ്കിയാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്താണ്? ഞാൻ അങ്ങയുടെ സ്ഥാനത്തിൽ നിഷ്കളങ്കനായി നടന്ന് നേരുള്ളവനായി നടന്നു, ഇതൊന്നും നീ കാണുന്നില്ലേ? അപ്പം നമ്മൾ പലപ്പോഴും ഈ ഒരു സ്കോപ്പിലൂടെയാണ് നമ്മുടെ ലൈഫിനെ പലപ്പോഴും അനലൈസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ട്രെൻഡ് അനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീയതയെ മെഷർ ചെയ്യുന്നത്. കർത്താവ് എന്നോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ കാര്യം, പകരം എനിക്ക് കൾച്ചറിനകത്ത് അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലിൽ നമ്മൾ പലപ്പോഴും കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. സോ ദർ ഇസ് നോ പോയിന്റ് ഇൻ ബീയിങ് റൈച്ചസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ലോർഡ്. ചിന്തിച്ചിട്ടുള്ളവരല്ല, ഞാൻ എൻ്റെ മനസ്സിലൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് അങ്ങ് നീതിമാനാണെങ്കിൽ വൈ ദിസ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് മീ? നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഈ ഒരു ചിന്തയൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദാവീദും തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ലൈഫിനെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുകയാണ്. ഇതിൻ്റെ വേഴ്സ് 25 വരുമ്പോൾ, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. സോ അദ്ദേഹം തൻ്റെ ലൈഫിനെ മൊത്തം ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ലൈഫിലും പലപ്പോഴും ഈ ഒരു ചിന്ത വന്നിട്ടുണ്ട്. എന്താണ്? നീതിമാന്മാർ പ്രിവെയിൽ ചെയ്യുന്നില്ല, ദുഷ്ടന്മാർ പ്രിവെയിൽ ചെയ്യുന്നു, എന്തുകൊണ്ട് കർത്താവെ നീ ഇത് അലൗ ചെയ്യുന്നു? നമ്മൾ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമുണ്ട്, 73-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം ഇത് തന്നെയല്ലേ പറയുന്നത്. അവരാണെങ്കിൽ പച്ചവൃക്ഷം പോലെ തളിർക്കുന്നു, അവർ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അസാധ്യമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആസാഫും ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ലൈഫിലും ഇതൊക്കെ സംഭവിക്കും. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. We go through seasons where we feel that we are away from the presence of the Lord and we feel that God is not speaking to us as well, right? ആ സമയത്ത് നമ്മൾ ഒരു കൺക്ലൂഷൻ എത്തും, there is no point in being righteous in the presence of the Lord. ആ ഒരു കമ്മ്യൂണിറ്റിയോട്, ആ ഒരു മനോഭാവത്തിലൂടെ ദാവീദും പോയതിനു ശേഷം അദ്ദേഹം തിന്നത്തിൽ പറയുകയാണ്, എൻ്റെ ചിന്താധാര തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ 37-ാമത്തെ സങ്കീർത്തനത്തിലൂടെ നമ്മോടും സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. അവിടെ ഒരു വാക്കുണ്ട്, മുഷിയരുത് എന്നൊരു വാക്കുണ്ട്, ഫ്രെറ്റ് നോട്ട് അല്ലേ? ഫ്രെറ്റ് നോട്ട് എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ഫ്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബേൺ, ടു ബി ഇൻഫ്ലെയിംഡ്. ചില കാര്യങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ മനസ്സിനകത്ത് അങ്ങ് ചൂട് പിടിക്കും. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? നമ്മൾ ഈ മനസ്സിനകത്ത് ഈ ബേണിങ് സെൻസേഷൻ ഉണ്ടായിട്ട് നമുക്ക് പറ്റുന്ന എന്താണെന്നറിയാവോ? നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും. ഇതാണ് നമ്മളെ ഭരിക്കുന്നത്. ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതിന് പകരം ഈ മറ്റുള്ളവർ നോക്കിയിട്ട് ഞാൻ കമ്പയർ ചെയ്യുവാണ്, എന്തുകൊണ്ട് ഈ ബ്രദറിൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു, എൻ്റെ ലൈഫിൽ ഇങ്ങനെ, അവൻ ചർച്ചിൽ വരുന്നില്ല, അങ്ങനെ പറയാമല്ലോ. അതായിരിക്കും കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ സ്കാർബ്രോയിൽ നടന്ന ആ ഒരു യൂത്ത് മീറ്റിങ്ങിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, there are 2 people in the same church, one doesn't attend the church properly, but I attend regularly, but he is having all the provisions, he is getting jobs, he is getting all the benefits, but I am not getting anything. Why God is being like this? ഒരു ചോദ്യമാണ്. ഈ ചിന്തയൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ചർച്ചയിൽ വരുന്നത് കൊണ്ട് ഫേവർ കൂടുതൽ കിട്ടുമെന്നല്ല. പലരുടെയും വിചാരം ഇതാണ്, ഞാൻ ചർച്ചിൽ കുറച്ചുകൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
കർത്താവ് അമർത്തി കുലുക്കി, എന്താ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ്. ഈ ചർച്ച് അറ്റൻഡൻസ് അല്ല ബ്ലെസ്സിങ്ങിൻ്റെ മെഷർ. നമ്മൾ അപ്പം ചർച്ച ഇരിക്കുമ്പോഴും എന്താ ചിന്തിക്കുന്നത്, എന്നാലും ഞാനൊരു പേരങ്ങ് പറയാം, മെൽവിൻ ഇന്നും വന്നിട്ടില്ലല്ലോ, എന്നിട്ട് അവന് എക്സ്ട്രാ ഷിഫ്റ്റ് ഇന്ന് ഡബിൾ പേയും കൂടെ ആണല്ലോ. അപ്പം നമ്മൾ ശരിക്കും കർത്താവിനെ ആരാധിക്കുവാണോ അവനെതിരെ മുഷിയുകയാണോ? നമ്മുടെ മനസ്സിൽ നമ്മൾ എവിടെ ഇരിക്കുന്നത്, ദൈവസന്നിധി വന്നിരിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുവാനോ ആരാധിക്കുവാൻ വേണ്ടി വന്നിരിക്കുക. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് മെൽവിൻ ജോലിക്ക് പോയതാണ് ഇപ്പോഴത്തെ എൻ്റെ മനസ്സ് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബേണിങ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തിലോട്ട് മാറുകയാണ്? അസൂയയിലേക്ക് മാറുകയാണ്. മുഷിയരുത്, ശേഷം പറയുകയാണ് അസൂയപ്പെടരുത്. ഈ നമ്മുടെ ലൈഫിനകത്ത് വിശ്വാസികൾ അസൂയപ്പെടുവോ? ഒരു വ്യക്തിയുടെ നന്മ കാണുമ്പോൾ, ഞാൻ നന്മ എന്ന് പറയുമ്പോൾ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങൾ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അതിനകത്ത് മെറ്റീരിയൽ മാത്രമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരു വ്യക്തി ആത്മീകമായി വളരുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസൂയ തോന്നാറുണ്ടോ? ആ അസൂയ ഒറ്റ നിമിഷത്തിലുണ്ടാകുന്നൊരു കാര്യമല്ല. യു ആർ ഹാവിങ് ദാറ്റ് ഫയർ വിതിൻ യുവർ സെൽഫ്. അതിങ്ങനെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മൊമെൻറ്റിൽ പിന്നെ എനിക്ക് ആ ബ്രദറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇവിടെ ദാവീദ് പറയുന്നത് ബ്രദറിനെ പറ്റിയല്ല പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ കാര്യം പറഞ്ഞത്. നമ്മൾ ഈ സെയിം ലെവലിലാണ് നമ്മുടെ ബ്രദറിനെയും ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം നമ്മെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. എൻ്റെ ലൈഫിനകത്ത് മുഷിയുന്ന അനുഭവമുണ്ടോ? എൻ്റെ ലൈഫിൽ അസൂയയുണ്ടോ? ഈ രണ്ട് അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നാം വാസ്തവമായി കർത്താവിൻ്റെ സ്നേഹത്തിൽ ആയിട്ടില്ലെന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ വളരെ സാവധാനത്തിലാണ് നാം പോകുന്നത്. ഫ്രെറ്റ് നോട്ട്, മുഷിയരുത്. മറ്റുള്ളവരെ കാണുമ്പോൾ, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കർത്താവ് നടത്തുന്ന വഴികൾ കാണുമ്പോൾ നാം അവരോട് കൂടെ ചേർന്ന് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഈ മഹത്വപ്പെടുത്താത്ത അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ we are not content in ourselves because we are thinking about the other person more than ourselves. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ സംതൃപ്തി ഇല്ലായ്മ കൊണ്ടാണ് ഈ കമ്പാരിസണും ഉണ്ടാകുന്നത്. ഇത് നമ്മളെ മനസമാധാനം ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ദൈവസന്നിധിയിൽ വന്നിരുന്നാലും നമുക്ക് കർത്താവിനെ മര്യാദയ്ക്ക് സ്തുതിക്കുവാൻ പറ്റുകയില്ല. സോ ഇന്ന് പകലിൽ നാം ഒരു സർജറി നടത്തുകയാണ്. ഞാൻ ആരോടെങ്കിലും മുഷിഞ്ഞിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ ഒരു വ്യക്തിയോട് ഒരു 1% എൻ്റെ മനസ്സിൽ മുഷിച്ചിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. കാരണം ഇറ്റ് വിൽ ലീഡ് ടു ദ നെക്സ്റ്റ് സിൻ. അസൂയയിലേക്ക്, എൻവിയിലേക്ക് പോകുമെന്നുള്ള കാര്യം നാം വളരെ സവിസ്തരം നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കയീൻ ആൻഡ് ഏബൽ അവരുടെ ലൈഫിനകത്ത് ഒരാൾ യാഗം കഴിച്ചു. അവരുടെ യാഗത്തിനകത്ത് ദൈവപ്രസാദം ഉണ്ടായി. അപ്പോൾ കയീൻ പറഞ്ഞൊരു കാരണം, ഞാൻ അവനോട് ആങ്കറാണ്, അവനോട് ദേഷ്യത്തിലാണ്. അവൻ മുഷിഞ്ഞതിന് ശേഷമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കയീൻ ഒരു കൊലപാതകനായി മാറുകയാണ്. സോ സ്റ്റാർട്ടിങ് എവിടെയാണ്? ഒരു ചെറിയൊരു അൺഹാപ്പി മൊമെൻറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹി എൻഡ് അപ്പ് ഇൻ ബിഗ് സിൻ. മനസ്സിലാകുന്നുണ്ടോ? പാപം എന്ന് പറയുന്നത് ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് ആണ്. ആ പാപം അതിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീ അതിനെ ഓവർകം ചെയ്തു കൊള്ളുക എന്നുള്ളൊരു മെസ്സേജ് കേട്ടതിന് ശേഷം കയീൻ വീണ്ടും അതിൻ്റെ ഇൻഫ്ലുവൻസിനനുസരിച്ച് പോവുകയാണ്. ഇന്ന് പകലിൽ മുഷിയുന്ന മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റിയില്ലെങ്കിൽ യു വിൽ ഫോൾ ഫ്രം 1 degree to the other. ഫ്രം ബാഡ് ടു വേഴ്സിലേക്കാണ് ആത്മീയ ജീവിതം പോകുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് പകലിൽ നാം കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെയുള്ള ചിന്താധാരകൾ വന്നു പോയിട്ടുണ്ട് കർത്താവേ. എൻ്റെ ലൈഫിൽ ഞാൻ പലരെയും വെച്ച് ഞാൻ എൻ്റെ ലൈഫിനെ കമ്പയർ ചെയ്തിട്ടുണ്ട് കർത്താവേ. ഞാൻ അവരോട് ചേർന്ന് ചിന്തിക്കുന്നതിന് പകരം, അവരോട് കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം ഞാൻ മുഷിഞ്ഞുപോയി കർത്താവേ, ഞാൻ അസൂയപ്പെട്ടു പോയി കർത്താവേ. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ജനറേഷൻ. ഹല്ലേലൂയ. നമുക്ക് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അത് വേണം. യെസ്, വി നീഡ് prophesying, we need preaching, but we need a personal life as well that is connected with the preaching that is happening in the pulpit. നമുക്ക് പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ലൈഫിനകത്ത് അങ്ങ് ക്ലെൻസ് ചെയ്യണം കർത്താവേ. അതിനുശേഷം പറയുകയാണ്, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ മാടിപ്പോകുന്നു. അപ്പം ദാവീദ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തൻ്റെ നോട്ടമൊക്കെ അങ്ങ് മാറ്റി. ആസാഫ് പറഞ്ഞ പോലെ, നിശ്ചയമായ നീ അവരെ എവിടെ നിർത്തിയിരിക്കുന്നത്? വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. സോ ഈ ഒരു റിയലൈസേഷൻ വിശ്വാസിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ മുഷിച്ചിലുണ്ടായിട്ട് നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ,
അവനെ അങ്ങ് കാത്തു പരിപാലിക്കണമെന്ന് പറയുന്നു. ദുഷ്ടനോടുകൂടെ ചേർന്ന് വരുമ്പോൾ അവനെ എവിടെയാണ് നിർത്തിയിരിക്കുന്ന ബോധ്യം നമ്മെ ഭരിച്ചു നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. സോ നമ്മൾ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ കുറേ നാൾ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല, ഈ ഒരു മെൻറ്റാലിറ്റി നമ്മൾ സസ്റ്റെയിൻ ചെയ്യുകയെന്ന് വിചാരിച്ചോ, എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മളൊരു കൺക്ലൂഷനിൽ വീണ്ടും എത്തുകയാണ്, ഞാൻ ഇനിയും തൊട്ട് കർത്താവിനെ സെർവ് ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണ് തുടങ്ങിയത്? മുഷിച്ചിലിൽ ആരംഭിച്ചു, ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്? ഫെയ്ത്ത് ഡിക്ലൈൻ സ്റ്റേജിലേക്കാണ് പോകുന്നത്. കർത്താവ് നമ്മെപ്പറ്റി ഇത് ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ തലയോളം അനുദിനം വളരണം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൽ നമ്മുടെ ഫോക്കസ് ഒന്ന് റീഅലൈൻ ചെയ്യുന്നൊരു പകലായിട്ട് ഇന്ന് പകൽ മാറണം. ഇതിനൊരു ആൻറ്റി ഡോട്ടായിട്ടാണ് ദാവീദ് അതിൻ്റെ അടുത്ത കുറേ വാക്യങ്ങളിൽ നമ്മോട് സംസാരിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 4 രീതികളിലാണ് ഇതിനെ ഓവർകം ചെയ്യാൻ ദാവീദ് നമ്മോട് പറഞ്ഞത്. ഒന്ന്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ട്രസ്റ്റ് മീൻസ് നോ മാനിപ്പുലേഷൻ, നോ സ്കീമിങ്, നോ പാനിക് ഓർ നോ ഷോർട്ട് കട്ട്സ്. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ടേക്ക് ഓവർ ചെയ്യാൻ ഇടയാകരുത്. നമ്മുടെ ലൈഫിനെ ടേക്ക് ഓവർ ചെയ്യാൻ ഇടയാകരുത്. കർത്താവിൻ്റെ പാതകൾ നമ്മുടെ മുമ്പിൽ അവൻ നിരപ്പാക്കുമ്പോൾ, കർത്താവെ എനിക്ക് ഇതല്ല മറ്റേതായിരുന്നു കുറച്ചുകൂടി ഇഷ്ടമെന്ന് പറഞ്ഞ് മറ്റൊരു ഷോർട്ട് കട്ടിലേക്ക് പോകുവാൻ ഇടയാകരുത്. ട്രസ്റ്റ് ഇൻ ദ ലോർഡിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ പറയും. ഷോർട്ട് കട്ട് ചിന്തിച്ചൊരു വ്യക്തിയായിരുന്നു ഏബ്രഹാം ആൻഡ് സാറ, അല്ലേ? കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദത്വം ഉണ്ടായിരുന്നു. യഹോവയായ ദൈവം വാഗ്ദത്വം ചെയ്തു, നിനക്കൊരു സന്തതി ജനിക്കും, ആ സന്തതിയെ ഞാൻ വലിയ ജാതിയാകും. പക്ഷെ അതിനിടയ്ക്ക് ഒരു ഷോർട്ട് കട്ട് അവർ ക്രിയേറ്റ് ചെയ്തു. ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ജനിക്കുകയാണ്. സോ ഈ ട്രസ്റ്റ് ഇൻ ദ ലോർഡും ഈ ഷോർട്ട് കട്ടും രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. മുമ്പേ മുഷിപ്പ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എവിടേക്ക് വരുന്നത്? കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടി വരുന്നത്. ഈ കർത്താവിൽ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ പ്ലാൻ ബീസ് ആൻഡ് പ്ലാൻ സീസിൻ്റെ പിന്നാലെ പോകരുത്. നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഓതർ ആകാൻ ശ്രമിക്കരുത്. അന്നേരം നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ട്, കർത്താവ് നല്ലവനാണ്, വിശ്വസ്തനാണ്, നമ്മെ വഴി നടത്താൻ ശക്തനാണെന്നുള്ള ബോധ്യമുണ്ട്. നമ്മൾ അതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വേര് വന്നോന്ന് ചെടി പഴുതു നോക്കുന്ന പോലെ നമ്മൾ എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ജസ്റ്റ് ഗീവ് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി ഇൻ ടു ഹിസ് പ്രസൻസ്. കർത്താവേ, അങ്ങ് എന്നെ ഒന്ന് പണിതെടുക്കണം. അതാണ് 1-ാമത്തെ ആൻറ്റിഡോട്ട്. എന്താണ്? ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. 2, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. നന്മ ചെയ്ത് ദേശത്തെ പാർത്ത്. കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് വിശ്വസ്തത ഉണ്ടാകുന്നത്. ആ ട്രസ്റ്റിനകത്താണ് ഫെയ്ത്ത്ഫുൾനെസ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2-ാമത് പറയുന്നത് ഡിലൈറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് ദ ലോർഡ്. എന്തോ ഈ ഡിലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻഡിങ് സുപ്രീം ജോയ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്ലഷർ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നമ്മുടെ ഈ ലോകത്തിലുള്ള മറ്റ് കാര്യങ്ങളൊന്നും നമ്മെ എൻ്റർടൈൻ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതിനെയാണ് ഡിലൈറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കണ്ടൻമെൻറ്റ് എന്നുള്ളതാണ് ഡിലൈറ്റിൻ്റെ വേറൊരു വകഭേദമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് വയറ് ഫുള്ളായിരിക്കുന്ന ഒരു വ്യക്തിയെ ടെംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവന് അടുത്തൊരു ബർഗർ കാണിച്ചോ അല്ലെങ്കിൽ മന്തി കാണിച്ചോ അവനെ ടെംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ഹീ ഈസ് ഓൾറെഡി ഫുൾ ആൻഡ് ഹീ ഈസ് ഓൾറെഡി കണ്ടൻറ്റ്. ഇത് തന്നെയാണ് നമുക്കും ഉണ്ടാകേണ്ടത്. അതായത് മറ്റുള്ളവൻ്റെ പ്രോസ്പെരിറ്റി കണ്ടിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ കണ്ടൻ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കമ്പാരിസണിലേക്ക് നമ്മൾ പോകും. ഡിലൈറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ഇറ്റ് മീൻസ് യു ഫൈൻഡ് യുവർ അൾട്ടിമേറ്റ് ജോയ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവസന്നിധിയിലല്ലാതെ എൻ്റെ ഭാരങ്ങൾക്ക് ആശ്വാസമില്ല, എൻ്റെ പ്രയാസങ്ങൾക്ക് ആശ്വാസമില്ല, എൻ്റെ കഷ്ടതയാണെങ്കിലും അവൻ്റെ സമാധാനം എന്നെ ഭരിച്ചു നടത്തുന്നു എന്നുള്ള ബോധ്യത്തിൽ ഞാൻ അവനെ ഒന്നുകൂടെ ആശ്രയിക്കുന്നതിനെയാണ് ഡിലൈറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. ഈ ഡിലൈറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പാപത്തിലേക്ക് നമ്മൾ വഴുതി വീഴും. സങ്കീർത്തനം 119:11 പറഞ്ഞ എന്താണ്? ഐ ഹാവ് സ്റ്റോർഡ് അപ്പ് യുവർ വേർഡ് ഇൻ മൈ ഹാർട്ട്. അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്ത് നിന്റെ വചനത്തെ സംഗ്രഹിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ഈ ഡിലൈറ്റിംഗ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ ഹോൾ ഉണ്ടാകും. ആ ഹോളിനകത്തിൽ കൂടെ പാപം സ്ലോലി ക്രീപ്പിൻ ചെയ്യുവാൻ ഇടയായിത്തീരും. അവിടെ കാണുന്നൊരു വാക്യമുണ്ട്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ചെയ്യുന്നവരൊപ്പം തന്നെ വേണം ഡിലൈറ്റിങ്ങും
ഉണ്ടാകേണ്ടത്. പല വിശ്വാസികളും സ്റ്റാർട്ടിങ് പാർട്ട് ഇസ് ഗുഡ്, കർത്താവിൽ ആശ്രയമുണ്ട്, പക്ഷേ ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങളിലാണ് ഡിലൈറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ട്രസ്റ്റിംഗ് ഉണ്ട്. ട്രസ്റ്റിംഗ് പ്ലസ് ഡിലൈറ്റ് നമ്മുടെ ലൈഫിൽ ക്രിസ്ത്യൻ ഗ്രോത്തിനകത്ത് വളരെ ആവശ്യമാണ്. ട്രസ്റ്റ് വേണം, അതോടൊപ്പം തന്നെ ഡിലൈറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡും വേണം. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇറ്റ് മീൻസ് യു ആർ സ്ലോലി ബിക്കമിങ് ആസ് എ വീക്കെൻഡ് ക്രിസ്ത്യൻ. അതല്ലെങ്കിൽ ചർച്ചിൽ വരുന്നുണ്ട്, എല്ലാവരോടും കൂടെ ചേർന്ന് ഡിലൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ടൈമിനകത്ത് എൻ്റെ പേഴ്സണൽ പ്രെയർ ടൈമോ ഒന്നുമില്ലാതെ ഞാൻ കർത്താവിൽ രസിക്കുന്നതിൽ നിന്ന് മറ്റു പലതിനെയും വെച്ച് റിപ്ലേസ് ചെയ്യുന്ന മെൻറ്റാലിറ്റിയാണ് ഉണ്ടാകുന്നത്. സോ ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. 3, കമ്മിറ്റ് യുവർ വേ ടു ദി ലോർഡ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ് അല്ലേ? നിന്റെ വഴി യഹോവയെ വരമേൽപ്പിക്കുക. 1 ട്രസ്റ്റ് പറഞ്ഞു, 2 പറഞ്ഞു ഡിലൈറ്റ് പറഞ്ഞു, 3 കമ്മിറ്റ് യുവർ വേ ടു ദി ലോർഡ്. കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ യുവർ വേ. ഇറ്റ് മീൻസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു, കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ ഹിം. നിങ്ങളുടെ സകല ചിന്താകുലവും ഇട്ടുകൊള്ളുവിൻ. സോ ദാറ്റ്സ് ദ സെയിം തിങ് ദാറ്റ്സ് ഡേവിഡ് ഈസ് സേയിങ് ദിസ്. നിന്റെ വഴി യഹോവയിൽ ഇട്ടുകൊള്ളുവിൻ, ഭരമേൽപ്പിക്കുക. അതായത് ദൈവം സോവറിനാന്ന് അറിഞ്ഞതിന് ശേഷം യു ഷുഡ് നോട്ട് ടേക്ക് ഡിറക്ഷൻസ് ബൈ യുവർ ഓൺ. കർത്താവ് നമ്മൾ ആശ്രയിച്ചു, നമുക്ക് വഴി അറിയാം. ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് വഴി അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോകും അല്ലേ? പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഷോർട്ട് കട്ട് പരിപാടികളൊന്നും പാടില്ല. കർത്താവ് പറയുന്നത്, എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തുവാൻ ശക്തനാണ്. പിന്നത്തേതിൽ എവിടോട്ടാ? മഹത്വത്തിലേക്ക് നിന്നെ കൈക്കൊള്ളും. ഈ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുവാൻ വേണ്ടിയാണ് നാം ചെയ്യേണ്ടത് കാര്യം. റോൾ യുവർ വേസ് ടു ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ഈ ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട പല കാര്യത്തെയും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ അതിനെ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. 3 കാര്യങ്ങൾ പറഞ്ഞു. ട്രസ്റ്റ് ചെയ്യുക, ഡിലൈറ്റ് ചെയ്യുക, 3 കമ്മിറ്റ് യുവർ വേസ്. സോ ഈ കമ്മിറ്റ് ചെയ്തതിൻ്റെ ഔട്ട്കമായിട്ടാണ് വേഴ്സ് 6 കാണുന്നത്. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. സോ അത് ചെയ്യുമ്പോൾ 2 കാര്യം ഉണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ നീതി പ്രഭാതം പോലെ നമ്മുടെ മുമ്പിൽ പ്രകാശിക്കും. സോ ഇറ്റ് മീൻസ് ഹി വിൽ ഷോ ഹിസ് ലൈറ്റ് ഇൻ അവർ ലൈവ്സ്. അത് ചിലപ്പോൾ കഷ്ടതയിലായിരിക്കാം, ഡീപ്പസ്റ്റ് ഡാർക്കസ്റ്റ് സിറ്റുവേഷനിലൂടെ പോകുമ്പോഴായിരിക്കും അവൻ്റെ നീതി നമ്മുടെ മേൽ ഉദിപ്പിക്കുന്നത്. ദാവീദ് പറയുന്നത് പോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ബിക്കോസ് ഹി റോൾഡ് ഹിസ് ലൈഫ് ആൻഡ് ഹിസ് വേസ് കംപ്ലീറ്റ്ലി ടു ദി ലോർഡ്. വേഴ്സ് 7ലേക്ക് വരുമ്പോൾ യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന അവനായി പ്രത്യാശിക്കുക. 4th thing, റെസ്റ്റ് ഇൻ ദി ലോർഡ്. ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റിങ്ങും റെസ്റ്റിംഗ് ഈസ് ഡിഫറെൻറ്റ്. മനസ്സിലായോ? ട്രസ്റ്റ് ചെയ്യണം, ഡിലൈറ്റ് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം, 4 എന്ത് ചെയ്യണം? റെസ്റ്റ്. നമ്മുടെ ഹൃദയം ഈ തിരമാലകൾ പോലെ പൊങ്ങുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് അറ്റ് റെസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അതൊരിക്കലും ഒരു ഇനാക്ടിവിറ്റിയെ പറ്റിയല്ല പറയുന്നത്. ഇറ്റ്സ് എ ക്വയറ്റ് കോൺഫിഡൻസ് ഇൻ ദ പവർ ആൻഡ് ദ മൈറ്റ് ഓഫ് ദി ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വമേറിയ കരത്തിന് മുമ്പാകെ അതിനുള്ള ആശ്രയമാണ് നമ്മെ റെസ്റ്റിലേക്ക് വഴി നടത്തുന്നത്. സോ മുഷിയാതിരിക്കുവാൻ വേണ്ടിയുള്ള, അസൂയയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള 4 കാര്യങ്ങൾ. 1, യു മസ്റ്റ് ട്രസ്റ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് ദ ലോർഡ്. കർത്താവിൽ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ യു മസ്റ്റ് കം ബാക്ക് ടു ദി പ്രസൻസ് ഓഫ് ദ ലോർഡ്. 2, ഡിലൈറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് ദ ലോർഡ്. കർത്താവ് അല്ലാതെ വേറെ ഒന്നും എന്നെ എൻ്റർടൈൻ ചെയ്യുവാൻ, എന്നെ മോഹിപ്പിക്കുവാൻ ഇടയാകരുതെന്നുള്ള മെൻറ്റാലിറ്റി. 3, കമ്മിറ്റ് യുവർ വേസ്, റോൾ യുവർ ലൈഫ് കംപ്ലീറ്റ്ലി ഇൻ ടു ഹിസ് പ്രസൻസ്. ആൻഡ് ഫൈനലി റെസ്റ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി ലോർഡ്. സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഗീവ് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി ടു ഹിസ് പ്രസൻസ്. നമ്മൾ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആശ്വാസം കിട്ടുകയില്ല. നമ്മളിങ്ങനെ ചിന്തിച്ച് പോകാമെന്നല്ലാതെ ഇതിനകത്തൊരു അവസാനം നമുക്ക് കണ്ടെത്താൻ പറ്റുകയില്ല. And God is asking us this morning, can you commit your ways completely into His presence? ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? കർത്താവേ, അങ്ങ് യു ടേക്ക് കൺട്രോൾ.
ഞാൻ രക്ഷിതാവും കർത്താവിനെ അംഗീകരിച്ചു, പക്ഷേ ആ കർത്തൃത്വം എൻ്റെ ലൈഫിനകത്ത് എൻ്റെ ലൈഫിനെ കംപ്ലീറ്റായിട്ട് ടേക്ക് ഓവർ ചെയ്യണം. എൻ്റെ ചില കാര്യങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ A to Z അങ്ങ് നായകനും നടത്തിപ്പുകാരനുമായി കൂടെ ഇരിക്കണം. വളരെ വേഗത്തിൽ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആൻഡ് വേഴ്സ് 8 വരുമ്പോൾ there is a warning there. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിച്ചു പോകരുത്, അത് ദോഷത്തിന് ഇത്. സോ we started with fretting, then he said that envying, and then he's saying that anger or fury. ഇടയ്ക്ക് നമ്മൾ ആശ്രയിക്കുന്നതിന് വേണ്ടി പറ്റി പറഞ്ഞു, ആൻറ്റിഡോട്ട് പറഞ്ഞു. ഇത് നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ആങ്കറിലോട്ടാണ്, ഫ്യൂരിയിലേക്കാണ് പോകുന്നത്. സോ ഇഫ് യു ആർ ഡ്വെല്ലിംഗ് ഇൻ ദാറ്റ് ഇൻജസ്റ്റിസ് ഫോർ ലോങ്, bitterness will start take rooting in your life. ഇതിനു മുമ്പായി ഈ 4 സ്റ്റെപ്പിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷനാണ് ദാവീദ് അവിടെ പറയുന്നത്. വേഴ്സ് 9 through 11 പ്രോമിസാണ് പറയുന്നത്. സോ അതിനകത്ത് ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറഞ്ഞാൽ യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. അവിടെ ദ മീക്ക് വിൽ ഇൻഹെറിറ്റ് ദി ലാൻഡ്. മീക്ക്നെസ്, നമ്മൾ പലപ്പോഴും ഈ വാക്യം നമ്മൾ ചിന്തിച്ചതാണ്. ഹ്യൂമിലിറ്റി ആൻഡ് മീക്ക്നെസ് നമ്മൾ പലപ്പോഴും ഇവിടെ ചിന്തിച്ചതാണ്. സോ നമ്മുടെ ലൈഫിനകത്ത് താഴ്മ ധരിക്കണം, എളിമ ധരിക്കണം, വിനയം ധരിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള മനോഭാവത്തിലേക്ക് നാം വരേണ്ടത് വളരെ ആവശ്യമാണ്. ഇതെല്ലാം എവിടെയാണ് ഫുൾഫിൽ ചെയ്തതെന്നറിയാമോ? കർത്താവിലാണ് ഇതെല്ലാം ഫുൾഫിൽ ചെയ്ത്. അവൻ്റെ ചുറ്റും നോക്കുമ്പോൾ അവനെ ഫ്രെറ്റ് ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, അവൻ അസൂയപ്പെടുവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, അവന് ഈർഷ്യയോടെ ദേഷ്യത്തോടെ സംസാരിക്കുവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ രോമൻ കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടെന്ന പോലെ അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് കയറുവാൻ ഇടയായി തീർന്നു. സോ ഹി ട്രസ്റ്റഡ് ദി പ്ലാൻസ് ഓഫ് ദി ഫാദർ. ഹി ഡിലൈറ്റഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി ഫാദർ. He committed his will to the will of the Father, and he rested in the presence of the Father. അതാണ് കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. Can you give yourself completely into his presence? ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. Can you follow me till the end of your Christian life? ഹല്ലേലൂയ. എന്ന് പകൽ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്നാൽ സൗമ്യതയുള്ള ഭൂമിയെ കൈവശമാക്കി സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഇവിടെ എല്ലാം കിട്ടുന്നതിലല്ല സമാധാനം ഉണ്ടാകുന്നത്, പകരം നാം നിത്യതയിൽ അവനോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കഷ്ടതയിലൂടെ പോകുമ്പോൾ, പ്രയാസത്തിലൂടെ പോകുമ്പോൾ, കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാനുള്ള മനോഭാവത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. Never compare your life with someone else. Trust him completely. കർത്താവിനോട് പറയാം, കർത്താവേ, I'm just coming back to your presence. കർത്താവേ, എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു സർജറിയൊക്കെ നടത്തിയിട്ട് help me to delight, help me to trust, help me to rest, and help me to commit my life completely into your life. It means you are recommitting your life again. രക്ഷയിൽ നാം സംഭവിച്ചത് എന്താണ്? കർത്താവിനെ രക്ഷിതാവും എന്തായിട്ട് അംഗീകരിച്ചത്? കർത്താവുമായിട്ട് അംഗീകരിക്കുകയാണ്. സോ ഇറ്റ് മീൻസ് ഇനി ജീവിക്കുന്നവർ താങ്കൾക്കുള്ളവരല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഇൻവിറ്റേഷനാണ് ഇന്ന് പകൽ നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോ ജസ്റ്റ് കമ്മിറ്റ് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി ഇൻ ടു ഹിസ് പ്രസൻസ്. കർത്താവേ, എൻ്റെ ലൈഫിനകത്ത് വന്ന കുറവുകളെ അങ്ങൊന്ന് ക്ഷമിക്കണം കർത്താവേ. എന്നെ ഒന്ന് ക്ലെൻസ് ആക്കിയിട്ട് ക്രിസ്തുവിൻ്റെ ഭാവം ധരിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് എന്നെ സഹായിക്കണം. പ്രാർത്ഥനയാൽ കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ.